ഹായ് ഫ്രണ്ട്സ്, വണ്ടിപ്പണിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു മെഴ്സറസിൻ്റെ E400 കസ്റ്റമറുടെ കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് രണ്ട് കംപ്ലയിൻ്റ് ആണ്. ഒന്ന്, എബോ 100ന് മുകളിൽ വണ്ടി ഡ്രൈവ് ആവുന്നില്ല. അതേമാതിരി തന്നെ വാഹനത്തിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് പ്രോപ്പർ ആവുന്നില്ല. അപ്പോൾ ഇത് ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് കറക്റ്റായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ കസ്റ്റമറുടെ കംപ്ലയിൻറ്റ്. പക്ഷേ ഈ വാഹനത്തിൻ്റെ ഈ കംപ്ലയിൻറ്റിന് വേണ്ടി നമ്മൾ ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന ഫോൾട്ട്, അതേമാതിരി തന്നെ എന്താണ് നമ്മൾ ഈ വാഹനത്തിൽ ചെയ്തിട്ടുള്ളത്, ഈ ഒരു പ്രശ്നം സോൾവ് ആകുന്നതിന് വേണ്ടിയിട്ട് എന്നാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിലോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇതേപോലെയുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് വാഹനം വർക്ക്ഷോപ്പിൽ വന്ന സമയത്ത് ഞാൻ കസ്റ്റമറുടെ കൂട്ടത്തിൽ ഒരു ടെസ്റ്റ് ഡ്രൈവ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്താണ് കസ്റ്റമറിന് ഫീൽ ആവുന്നത്, അതേമാതിരി തന്നെ ആ ഫീലിംഗ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കംപ്ലയിൻറ്റ് എനിക്ക് കൃത്യമായിട്ട് ഞാൻ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ് അതിന് കസ്റ്റമർ കംപ്ലയിൻ്റ് എന്ന്. അപ്പോൾ ഇതിപ്പോൾ കണ്ടല്ലോ, ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടി ഓടിച്ചിട്ട് ഞാനിങ്ങനെ ആക്സിലേറ്റർ കൊടുത്ത് പോകുന്ന സമയത്ത് 100ന് മുകളിൽ കയറിയിട്ടേ ഇല്ല. ഒരു 90, 100 എത്തുമ്പോഴത്തേക്ക് തന്നെ ഗിയർ ആണെങ്കിൽ 3 to 4 മുകളിലോട്ട് ചേഞ്ച് ആയിട്ടേ ഇല്ല. അപ്പോൾ ഇത് കണ്ടല്ലോ, ഫുൾ ത്രോട്ടലിലാണുള്ളത്. ഇപ്പം 4000, 5000 RPM-ലാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ ഒരു 140, 180 ഒക്കെ കയറേണ്ടതാണ്. പക്ഷേ 100ന് മുകളിൽ കയറിയിട്ടില്ല. വളരെ കണ്ടല്ലോ, ഫുൾ ത്രോട്ടിൽ ആക്സിലറേഷനിലാണ്. അപ്പോൾ ആക്ച്വലി എന്ന് പറയുന്നത് ഇത് നമ്മൾ ഡയഗ്നോസ് ചെയ്തു. അപ്പോൾ ഡയഗ്നോസ് ചെയ്തപ്പോൾ കണ്ടിരിക്കുന്ന ഫോൾട്ട് കണ്ടല്ലോ, ബൂസ്റ്റ് പ്രഷർ ടർബോ ചാർജർ ടു ലോ എന്നുള്ള ഒരു ഫോൾട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ബൂസ്റ്റ് പ്രഷർ ലോ പല കാരണങ്ങൾ കൊണ്ട് വരാം. ഒന്നുകിൽ ടർബോ ഫോൾട്ടി ആയാലും വരാം, ഇനിയല്ല ടർബോയുടെ വാക്വം ഹോസുകൾ കംപ്ലൈൻ്റ് ആയിട്ടായാലും വരാം. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൽ നമ്മൾ വാക്വം ഹോസുകൾ കംപ്ലീറ്റ് നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് വാക്വം ഹോസ് നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് നമുക്ക് അതിൻ്റെ അകത്തൊരു വാക്വം ഹോസ് കട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കട്ടായ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് കണ്ടല്ലോ, വാക്വം ഒന്ന് തൊട്ട് മുകളിലായിട്ട് നിങ്ങൾക്കൊരു ചെറിയൊരു ഹോസ് കണ്ടല്ലോ, ഈ ഒരു ഹോസ് കട്ടായി കിടക്കുകയാണ്. ഈ കട്ടായത് കാരണമാണ് ഈ ഒരു പ്രശ്നം മൊത്തം വന്നിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ്റെ പവർ കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ടർബോ ചാർജർ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ടർബോ വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം കൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടെമ്പററി ആയിട്ട് നമ്മളൊരു വാക്വം ഹോസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെമ്പററി ആയിട്ട് ഞാൻ കണക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ ഹോസ് ഞാൻ ഓർഡർ ചെയ്തില്ല. നമുക്ക് എന്താണ് ഫോൾട്ട് റെക്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഹോസ് ഞാനിപ്പോൾ കണക്ട് ചെയ്തു. അപ്പോൾ കണക്ട് ചെയ്തതിന് ശേഷം ഞാനൊരു ടെസ്റ്റ് ഡ്രൈവ് പോകുന്ന വീഡിയോ ആണ് നിങ്ങൾക്കിന്ന് കാണാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ കണ്ടല്ലോ, ഞാൻ ആ ഹോസ് കണക്ട് ചെയ്തതിന് ശേഷം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. ഇപ്പോൾ പവറിനോ കാര്യങ്ങൾക്കോ അതേമാതിരി ഗിയർ ഷിഫ്റ്റിനോ ഒരു കംപ്ലൈൻറ്റും തന്നെ ഇല്ല. ആക്ച്വലി എന്ന് പറയുന്നത് ഇതിൻ്റെ ട്രാൻസ്മിഷന് ഒരു ഫോൾട്ടും അതേമാതിരി DTCയും കാര്യം ഒന്നും വന്നിട്ടില്ല. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് പ്രശ്നം വന്നിരിക്കുന്നത് എഞ്ചിൻ്റെ പവർ കൃത്യമായിട്ട് കിട്ടാത്തത് കൊണ്ടാണ് ട്രാൻസ്മിഷൻ്റെ കാര്യങ്ങൾ, ഗിയർ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും ഒന്നും നടക്കാറുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ, എല്ലാം തന്നെ ഓക്കെയാണ്. ഇപ്പോൾ നല്ല ഫുൾ പവറിൽ തന്നെ വാഹനം പോകുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു വാക്വം ഹോസിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഈ ഒരു പ്രശ്നം മൊത്തം വന്നിരിക്കുന്നത്. അല്ലാതെ ഇതിൻ്റെ ട്രാൻസ്മിഷനോ കാര്യങ്ങൾക്കോ ഒന്നും തന്നെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുക, അതിനുശേഷം ഫോൾട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താണോ അതിന് വേണ്ടത്, അതിന് എന്തൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾക്ക് ചിലപ്പോൾ ടർബോ ആയിരിക്കാം, നിങ്ങളുടെ വാഹനത്തിന് ചിലപ്പോൾ ടർബോ ആവാനും സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ആദ്യം തന്നെ മെയിൻ എന്തൊക്കെയാണോ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് ആ കാര്യങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ടർബോയിലോട്ടും അതേമാതിരി തന്നെ ബൂസ്റ്റ് പ്രഷർ സെൻസറിലോട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോവുക. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഏറ്റവും കോമൺ കംപ്ലൈൻറ്റ് വരുന്നത് ഇതിൻ്റെ വാക്വം ഹോസും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും മെയിനായിട്ട് വരുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു വാക്വം ഹോസ് മാത്രമേ കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടുള്ളൂ. അതുകൂടാതെ ഈ വാഹനത്തിൽ കൂളൻ ലീക്കിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ എസ്റ്റിമേഷൻ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കണ്ടല്ലോ, എഞ്ചിൻ ലൈറ്റോ കാര്യങ്ങളോ അതേമാതിരി തന്നെ എഞ്ചിൻ ലൈറ്റും ആക്ച്വലി വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ വാഹനത്തിൽ എഞ്ചിൻ ലൈറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. കസ്റ്റമറിന് എഞ്ചിൻ ലൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രകാരം വന്നതിന്. പക്ഷേ കസ്റ്റമറിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ വണ്ടി 100ന് മുകളിൽ പോകുന്നുണ്ടായിട്ടില്ല. പോകാത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടർബോ വർക്ക് ചെയ്യാത്തതിൻ്റെ ഒറ്റ പ്രശ്നം കൊണ്ടാണ് ഇതിൻ്റെ അകത്ത് 100ന് മുകളിൽ പോകാതിരുന്നത്. ഇതിപ്പോൾ കണ്ടല്ലോ, എല്ലാം തന്നെ ഓക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിലോ ജർമ്മൻ വാഹനങ്ങൾ ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല വീഡിയോ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. അപ്പോൾ ഇനിയല്ല, നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവോ ആരെങ്കിലും ഇങ്ങനെയുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ്.
എന്നോട് പലരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കണ്ടൻറ്റുകൾ കൂടുതൽ ഇടുന്നതെന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കണ്ടൻറ്റുകൾ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതുതായിട്ട് ഈ മെക്കാനിക്കൽ ഫീൽഡിലോട്ട് പലരും ഇറങ്ങാറുണ്ട്. ചിലവർക്ക് എക്സ്പീരിയൻസോട് കൂടിയുള്ളവരായിരിക്കും, ചിലപ്പോൾ BMW എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും, ചിലപ്പോൾ മറ്റ് പല ബ്രാൻഡുകളുടെ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും. ഇപ്പോൾ നാട്ടിലൊക്കെ മാരുതിയുടെ വർക്കും കാര്യങ്ങളൊക്കെ അതേമാതിരി തന്നെ ചെറിയ ചെറിയ വണ്ടികളുടെയൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ വിദേശത്തോട്ട് ഗൾഫിലോട്ടോ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുന്നവർക്ക് എൻ്റെ ഈ ചാനൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന എനിക്ക് ഉറപ്പുണ്ട്. കാരണം ചില സമയത്ത് ആൾക്കാർക്ക് പുതുതായിട്ട് ഇങ്ങനെയുള്ള ഫീൽഡിലോട്ട് ഇറങ്ങുന്നവർക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് ഈ ഒരു DTCയും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഉപകാരമാവുന്ന ഒരു വീഡിയോകളാണ് എൻ്റെ ഈ ചാനൽ കൂടുതൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കാരണം അവർക്കൊരു സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഈ ചാനൽ ഞാൻ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫീൽഡിലോട്ട് ആരെങ്കിലും പുതുതായിട്ട് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലോ അതേ റിലേറ്റീവ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.